നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഡ്രൈവിംഗ് അറിയാമോ? 10ാം ക്ലാസ് പാസ്സാണോ? തപാൽ വകുപ്പിൽ ഡ്രൈവർ ജോലി, 63,200 രൂപ വരെ ശമ്പളം. നമസ്കാരം. സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് അറിയാമോ? 10ാം ക്ലാസ് പാസ്സാണോ എങ്കിൽ തപാൽ വകുപ്പിലെ ഈ ജോലി അവസരം ശ്രദ്ധിക്കാം. തപാൽ വകുപ്പിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 11 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 ഒഴിവുകൾ ബാംഗ്ലൂരുവിലെ മെയിൽ മോട്ടോർ സർവീസിലും 1 ഒഴിവ് മൈസൂരു സബ് ഡിപ്പോയിലുമാണ്. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. നിലവിൽ കേന്ദ്ര സർക്കാർ സർവീസിലുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക. നിയമനം എങ്ങനെ? ഡെപ്യൂട്ടേഷൻ അബ്സോർപ്ഷൻ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. തപാൽ വകുപ്പിലെ ഡിസ്പാച്ച് റൈഡർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലുള്ള യോഗ്യരായ ജീവനക്കാർക്ക് മുൻഗണന ലഭിക്കും. തപാൽ വകുപ്പിൽ നിന്ന് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ ലഭ്യമല്ലെങ്കിൽ മറ്റു കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരെയും പരിഗണിക്കും. ശമ്പളം എത്ര? തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 7ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ പേ ലെവൽ 2 പ്രകാരമാണ് ശമ്പളം ലഭിക്കുക. 19,900 രൂപ മുതൽ 63,200 രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കും. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നിവ ഓടിക്കുന്നതിനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 3 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ആവശ്യമാണ്. വാഹനങ്ങളുടെ ചെറിയ അറ്റകുറ്റപ്പണികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന വാഹന പരിപാലന അറിവ് ഉണ്ടായിരിക്കണം. പ്രായപരിധി. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി പ്രകാരം പരമാവധി പ്രായപരിധി 56 വയസ്സാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പക്ഷം 1 വർഷത്തിനുള്ളിൽ വിരമിക്കുവാനിരിക്കുന്നവരോ റിസർവ് വിഭാഗത്തിലേക്ക് മാറാനിരിക്കുന്നവരോ ആയ സായുധ സേന ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. എങ്ങനെ അപേക്ഷിക്കാം? ഈ ഒഴിവിലേക്ക് ഓഫ്ലൈൻ ആയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിക്കണം. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രായം തെളിയിക്കുന്ന രേഖ, നിയമന ഉത്തരവ് തുടങ്ങിയ ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. പൂർണ്ണമായ അപേക്ഷ താഴെ പറയുന്ന വിലാസത്തിൽ അയക്കണം. മാനേജർ, മെയിൽ മോട്ടോർ സർവീസ്, ബംഗളൂരു 560001. വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അതുകൊണ്ട് യോഗ്യതയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിച്ച് സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുക. https://www.indiapost.gov.in/vacancies എന്ന വെബ്സൈറ്റിൽ കയറി വിജ്ഞാപനം പരിശോധിക്കേണ്ടതാണ്. ഇത്തരം കേന്ദ്ര സർക്കാർ ജോലി, തപാൽ വകുപ്പ്, PSC, ബാങ്ക് ജോലി, മറ്റ് സർക്കാർ ജോലി അപ്ഡേറ്റുകൾ എന്നിവ ഏറ്റവും വേഗത്തിൽ അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.